ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യങ്ങൾ വായിക്കാം. റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 12 verses 49 and 50. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കുന്നുണ്ടോ? എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പരിശുദ്ധ പിതാവേ, എപ്പോൾ അങ്ങയുടെ തിരുവചനം വായിക്കുമ്പോൾ അങ്ങയുടെ അടുക്കലേക്ക് അങ്ങയുടെ ബലത്തിന് വേണ്ടി, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി അടിയങ്ങൾ യാചിക്കുന്ന കർത്താവേ, ഈ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ വചനം പഠിക്കുവാനോ അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാനോ തക്കവണ്ണം ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠമേറിയ പ്രവൃത്തി ഞങ്ങളെ ചെയ്യണമേ അപ്പാ. We are a people. We have a callous heart because of the frailty of our understanding and the weakness of our flesh, the limited knowledge we have of the heavenlies. Oh Lord, we come to thy mercy. Open our heart, O Lord. Speak to our beings. Anoint us with your power so that your word can be preached with power and authority. കർത്താവേ, ഒരു നന്മയും വസിക്കാത്ത ഈ ജഡത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഇന്നത്തെ രാത്രികാലം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ വചനം ധൈര്യത്തോടെ, അഭിഷേകത്തോടെ, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവിന്റെ ശക്തി അടിയുടെ മേലും പകർന്നാട്ട് അങ്ങയുടെ ജനമാകുന്ന ഞങ്ങളെ ഒരുമിച്ച് ഇന്നത്തെ രാത്രികാലം അനുഗ്രഹിച്ച പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക്. No one can be neutral to Christ. No one can be neutral to Jesus. Either you are for him or you are against him. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തിക്ക് ഒരിക്കലും ന്യൂട്രൽ ആയിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ആ വ്യക്തി കർത്താവിന് വേണ്ടി ജീവിക്കും, അല്ലെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് കർത്താവിന് എതിരായി നിൽക്കും. സഹോദരങ്ങളെ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുക, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് ഐ ഹാവ് കം ടു സെൻഡ് ഫയർ ഓൺ എർത്ത്. ഫയർ ഓൺ ദി എർത്ത്, സെൻഡ് ഫയർ ഓൺ ദി എർത്ത്. വേറൊരു ട്രാൻസ്ലേഷനിൽ ഞാൻ വായിച്ചത് ഐ ഹാവ് കം ടു സെറ്റ് ദി വേൾഡ് ഓൺ ഫയർ. വേറൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഐ ഹാവ് കം ടു ഇഗ്നൈറ്റ് ഫയർ ഇൻ ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. This is talking about the purpose of the incarnation of Christ. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ഉദ്ദേശം എന്തെന്നാണ് എഴുതിയിരിക്കുന്നത്. താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആയിട്ടല്ല നമുക്ക് തോന്നുന്നത്. When the world hears this, it is shocking. ഇതൊരു ഷോക്കിംഗ് അല്ലേ? നമ്മുടെ കർത്താവ് മറ്റു പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതുപോലെ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നതിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നത്. കർത്താവ് പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാനായിട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ ശാന്തമായ രീതിയിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിയുന്ന വചനങ്ങൾ അനവധി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മധ്യത്തിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വന്നത് തീയിടുവാനാണ്. I have come to set the world on fire. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനേകരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വചനമായി വചനഭാഗം. കഴിഞ്ഞ നാളുകളിൽ ചില മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ വചനഭാഗം എന്നെ കാണിച്ചു തന്നിട്ട് ചോദിച്ചു,
ഇവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തിന് തീയിടുവാനാണ്. അത് വായിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ? ലോകത്തിന് തീയിടണമെന്നുള്ള ആഗ്രഹമല്ലേ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു, എക്സാക്ട്ലി യു ആർ റൈറ്റ്. ആ ആഗ്രഹം തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരണം. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീയല്ല കർത്താവ് പറയുന്ന തീയ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. കാരണം അതിന് മുകളിലുള്ള ഭാഗം നിങ്ങൾ വായിക്കണം, അതിന് താഴെയുള്ള ഭാഗം വായിക്കണം. എന്താണ് കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശ്യമെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, ഈ തീയെ കുറിച്ച് പറയുമ്പോൾ when we talk about fire biblically, ദൈവവചനപ്രകാരം തീയെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 549 പ്രാവശ്യം, almost 549 times the word fire is mentioned in the scriptures. ദൈവവചനത്തിൽ തീ എന്ന അല്ലെങ്കിൽ അഗ്നി, തീ എന്നുള്ള ആ പരാമർശം ഏതാണ്ട് 549 പ്രാവശ്യം ദൈവവചനത്തിൽ പലയിടങ്ങളിലായിട്ട് ഞാൻ അടുത്ത സമയത്ത് വായിച്ചപ്പോൾ കേട്ടത് ഏതാണ്ട് 526ഓളം വാക്യങ്ങളിൽ ഈ വചനം, ഈ തീ എന്നുള്ള പരാമർശം എഴുതിയിരിക്കുന്നു. What does fire denote? എന്താണ് തീയെ കാണിക്കുന്നത് വചനത്തിൽ? തീ കാണിക്കുന്നത് ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവ സാന്നിധ്യത്തെ തീ കാണിക്കുമ്പോൾ ഭൂമിയിലേക്ക് തീ വരിക അല്ലെങ്കിൽ ദൈവമഹത്വത്തിൽ തീ ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ that shows the approval of God, otherwise it shows the disapproval of God. Either it shows the blessings of the Lord or it shows how God destroys somebody or something. തീ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. ചിലയിടങ്ങളിൽ തീ ഇറങ്ങിയത് ജനത്തെ അനുഗ്രഹിക്കുവാനാണ്, എന്നാൽ ചിലയിടങ്ങളിൽ തീ ഇറങ്ങിയത് ജനത്തെയും ദേശത്തെയും ദഹിപ്പിക്കുവാനാണ്. In both the places we see the presence of God manifested. Hallelujah. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിൽ തീ ഇടുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. തീ, setting every single heart on fire for God. ദൈവത്തിനു വേണ്ടി തീയിൽ ജനിക്കുന്ന, ബേൺ ചെയ്യുന്ന, എരിയുന്ന ഒരു ലോകത്തെ ഈ ലോകത്തിൽ സൃഷ്ടിക്കുവാൻ തക്കവണ്ണമാണ്, ഈ ലോകത്തിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് പിശാച് തീയിട്ടിട്ടുണ്ട്. എന്തോന്നറിയാമോ? ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ചിന്തകളിലേക്കൊന്ന് നോക്കിക്കേ, സകല മനുഷ്യരുടെയും ഹൃദയത്തിലേക്കൊന്ന് നോക്കിക്കേ, അവരുടെ ഉദ്ദേശങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. പിശാച് തീ വാരിയിട്ടിരിക്കുക. ഓരോരുത്തരും എരിയുകയാണ് ഈ ലോകത്തിന് വേണ്ടി, ഓരോരുത്തരും ജ്വലിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രതാപത്തിന് വേണ്ടി, ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുവാൻ മനുഷ്യന് തയ്യാറായിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുവാൻ കഴിയാതെ പലതും നേടിയെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ പിന്നാലെ മനുഷ്യർ തീ പിടിച്ച് ഓടുകയാണ്. ഈ തീ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നടക്കുകയല്ല ചെയ്യുന്ന, മനുഷ്യൻ ഓടുക, അല്ലെ? നമ്മുടെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ എവിടെങ്കിലും ഒരു തീ പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുകയല്ല, നമ്മൾ ഓടുകയാണ് ജീവന് വേണ്ടി. This is the sign that when ഫയർ ക്യാച്ച് ചെയ്യുമ്പോഴുള്ള അതിന്റെ പ്രതിഫലനം അതാണ്. നമ്മൾ നടക്കുകയല്ല, നമ്മൾ ഓടുകയാണ്. ഈ ലോകത്തിന്റെ തീ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ദൈവത്തിന്റെ തീ അകത്ത് വന്ന മനുഷ്യൻ ദൈവത്തിന്റെ പിന്നാലെ ഓടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, ഞാൻ തീയിടുവാനായിട്ട് ഞാൻ ഈ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ എന്ത് ഇച്ഛിക്കേണ്ടു, മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? The Lord is saying, I wish that it were already kindled. അത് ഇപ്പോഴേ കത്തിയിരുന്നെങ്കിൽ, I don't have to wait for some more time. I wish that it should have happened now itself. എനിക്ക് കുറച്ചുനാൾ കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ അത് കത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കർത്താവ് ഇവിടെ പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കുവാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്. കർത്താവിന് ഒരു സ്നാനമേൽക്കുവാനുണ്ട്. ആ സ്നാനമേൽക്കുന്നതിന് ശേഷം മാത്രമേ ഈ സംഭവം നടക്കത്തുള്ളൂ. അത് ഏത് സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ സ്നാനത്തെ കുറിച്ചല്ല. യോർദാൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനം കഴിച്ച വെള്ളത്തിലുള്ള സ്നാനത്തെ കുറിച്ചല്ല കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സ്നാനം മറ്റൊരു സ്നാനമാണ്, തീയിലുള്ള ഒരു സ്നാനത്തെ കുറിച്ചാണ്. കാൽവറി ക്രൂശിൽ താൻ കടന്നു പോകേണ്ട ഒരു സ്നാനത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ സ്നാനത്തിലൂടെ ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ ലോകത്തിൽ തീ ഇറങ്ങും. ആ തീയാണ് പെന്തിക്കോസ്ത് നാളിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ തീയ്, ലോകത്തെ പിടിച്ച തീയ് ഇന്ന് ലോകമെമ്പാടും നോക്കിക്കേ, ആ ലോകത്തിന്റെ എല്ലാ കോണുകളിലും കർത്താവിട്ട തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ഒരു ജനം, ഈ സുവിശേഷത്തിന് വേണ്ടി എന്ത് കഷ്ടതയും സഹിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനം, എത്ര വിലയേറിയതിനെയും വിലയില്ലാത്തതെന്ന് കണ്ട് അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ടിറങ്ങുവാൻ തക്കവണ്ണം തയ്യാറായ ചില ജീവിതങ്ങളെ ഈ തീയ് ഹല്ലേലൂയ ഈ ലോകത്തിൽ പലയിടങ്ങളിലായിട്ട് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുക. എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ പകർന്ന തീയിതാ. ഇന്ന് പകൽക്കാലം ഈ തീയുടെ അനുഭവം ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, മുമ്പേ ആദ്യം കേട്ടതുപോലെ യു ക്യാൻ ബി ന്യൂട്രൽ, യു ക്യാൻ നോട്ട് ബി ന്യൂട്രൽ ടുവേർഡ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മുമ്പിൽ നമുക്ക് ആർക്കും ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ന്യൂട്രൽ, വണ്ടിയൊക്കെ ന്യൂട്രൽ ഇടുക എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചറസ് അല്ലേ? അങ്ങോട്ട് വേണേ പോവാം, ഇങ്ങോട്ട് വേണേ വരാം. ന്യൂട്രൽ മീൻസ് അപ്പുറത്തുമല്ല ഇപ്പുറത്തും അല്ലാത്ത ഒരു അവസ്ഥ, ആടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് ന്യൂട്രൽ. പക്ഷെ നമുക്ക് ആർക്കും ന്യൂട്രൽ ആകുവാൻ ഒക്കത്തില്ല. ഒന്നുകിൽ നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം, അതല്ലെങ്കിൽ കർത്താവിനെതിരെ ജീവിക്കണം. അത് തന്നെയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. ഒരു രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്യനും കഴിയത്തില്ല, അല്ലേ? നോ വൺ ക്യാൻ സെർവ് ഗോഡ് ആൻഡ് മാമൻ. കഴിഞ്ഞൊരു നാളിൽ ആ മെസ്സേജ് നമ്മൾ കേട്ടതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം, ഇന്നത്തെ രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവമൈതലേ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ തീ നിനക്ക് കാണുന്നില്ലെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഹൃദയമൊക്കെ തുറന്ന് കർത്താവേ ഈ തീ കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. അങ്ങയുടെ ഇൻകാർണേഷൻ, അങ്ങ് മനുഷ്യത്വം എടുത്തത് അല്ലെങ്കിൽ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പിന്നിൽ ഈ തീ ഇടുവാനാണ് നിങ്ങളുടെ വചനം പറയുന്നുവെങ്കിൽ ആ തീ ഇതുവരെ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലല്ലോ കർത്താവേ. ആ തീ ഇതുവരെ എന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടില്ലല്ലോ കർത്താവേ. ആ തീ ഇന്നുവരെ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. എനിക്ക് തീഷ്ണതയില്ലല്ലോ കർത്താവേ. ചൂട്, ഇന്ന് ആ ചൂട് അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ. തീയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. അത് പ്യൂരിഫൈ ചെയ്യുന്ന തീയ. നമ്മൾ തീയെ കുറിച്ച് കേൾക്കുമ്പോൾ ഡിസ്ട്രക്ഷൻ ആണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വാക്യം കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഷോക്കായി പോകുമെന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? തീയുടെ നാശത്തെ കുറിച്ച്, നശിപ്പിക്കുന്ന പവറിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ തീക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, പ്യൂരിഫൈ ചെയ്യും. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്നതാണ് തീയ. പ്രൈസ് ഗോഡ്. ശുദ്ധീകരിക്കുന്നതാണ് തീയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ശ്രേഷ്ഠമേറിയ സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിലുടനീളം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരുന്നിടത്ത് ആ തീയുടെ സാന്നിധ്യമുണ്ട്. അവിടുന്ന് തീയിലാണ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. തീയുടെ മധ്യത്തിലാണ് അവിടുന്ന് മനുഷ്യനോട് സംസാരിക്കുന്നത്. എക്സോഡസ് 3 പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഹോരേബ് പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് കർത്താവ് മോശയെ വിളിക്കുന്ന ഭാഗം നമുക്കറിയാം. മുൾപടർപ്പിൽ നിന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുന്നത്. And it is it was the burning bush. That bush was burning inside out. The whole fire was swallowing the whole bush. ആ ബുഷിനെ മുഴുവനും, ആ മുൾപടർപ്പിനെ മുഴുവനും കത്തിക്കുകയായിരുന്നു. അത് ആ കത്തുന്ന മുൾപടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവം സംസാരിച്ചത്. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എക്സോഡസ് 19 വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും കർത്താവ് സീനായി മലയിലേക്ക് ഇറങ്ങി വന്നത്. യഹോവയായ ദൈവം സീനായി മലയിലേക്ക് ഇറങ്ങുന്നത് ആ കത്തുന്ന പർവ്വതമാണ്. അല്ലെ? ഹല്ലേലൂയ. തീച്ചൂളയിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെ പൊങ്ങി എന്നാണ് അവിടെ വചനം വായിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് തന്നെ അനുസരിക്കുവാൻ തക്കവണ്ണം തന്റെ ജനത്തിന് താൻ ന്യായപ്രമാണത്തെ കൊടുത്തത്. നമുക്കറിയാൻ പറ്റും, അല്ലേ? അതുപോലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർമ്മേൽ പർവ്വതത്തില് ഹല്ലേലൂയ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് ലോകത്തിന്റെ മുമ്പിൽ താൻ ആരെന്ന്, തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് തന്റെ കരമെന്ന് വെളിപ്പെടുത്തിയതും ഈ തീയിൽ വസിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവ് ഇറങ്ങി വരുന്നത്, കർത്താവിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ജനസിസ് 19 ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ കഴിയും തീ ഇറങ്ങിയത്. എവിടെയാണെന്നറിയാമോ? സൊദോം ഗൊമോറയില് തീ ഇറങ്ങി ആ ദേശത്തെ ഇല്ലാതാക്കി, ആ ദേശത്തെ മുഴുവനും നശിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതിന് കാരണം, when the fire of God descends, one purpose could be it has come down to bless someone. Other purpose is it has come down to destroy someone. If you believe in God, if you accept Him, if you honor Him, that fire will turn out to be a blessing to you, my brother, my sister. But if you reject Him, if you dishonor Him, if you disrespect Him, that fire can destroy your whole life. അതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. So fire can burn, fire can purify.
വേറൊരു മനോഹരം ഇവിടെ ഈ സ്നാനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു സ്നാനം ഏൽക്കുവാനുണ്ട്, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽക്കുവാൻ ഉണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ എത്ര ഞരങ്ങുന്നു. That means the Lord is speaking human way. മാനുഷികമായി കർത്താവ് പറയുവാണ്, I am impatient. I can't wait that much time. I am so impatient and so groaning inside me that I must come so sooner to that. എത്രയും പെട്ടെന്ന് ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് ഞാൻ വരണം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തിൽ തീയിടുവാനാണ്, ഈ ലോകത്തിലേക്ക് തീ കൊടുക്കുവാനാണ്. പക്ഷേ ഞാൻ ആ സ്നാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയേ പറ്റും. അത് കാൽവരി ക്രൂശിൽ കർത്താവ് നടത്തി. ഹല്ലേലൂയ. താൻ ആ വേദനയുടെ അനുഭവത്തിലൂടെ, ആ ത്യാഗത്തിന്റെ അനുഭവത്തിലൂടെ, ആ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ, ആ കൈവിടപ്പെടലിന്റെ അനുഭവത്തിലൂടെ, ഹല്ലേലൂയ, പിതാവിൽ നിന്ന് താൻ വേർപെട്ടു പോകുന്ന ആ നരകത്തിന്റെ അനുഭവത്തിലൂടെ കാൽവരി ക്രൂശിൽ താൻ കടന്നുപോയപ്പോൾ താൻ ആ സ്നാനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചൊന്നും അല്ല സംസാരിക്കാൻ വരുന്നത്. എന്റെ സബ്ജക്ട് വേറൊന്നാണ്. ഞാനത് ജസ്റ്റ് പരാമർശിച്ചത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്കറിയാം, ജീസസ് വാസ് ഗ്ലോറിഫൈഡ്. കർത്താവ് മഹത്വീകരിക്കപ്പെട്ടു. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം ശ്രേഷ്ഠമേറിയ സ്വർഗീയ തീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അഗ്നിനാവുകൾ പോലെ തനിക്ക് വേണ്ടി കാത്തിരുന്ന ജനത്തെ വന്ന് നിറച്ചു. അവരിൽ മാത്രമല്ല തീ ഒതുങ്ങിയത്, അവർ ഈ ലോകത്തിന്റെ എവിടെയൊക്കെ കടന്നുപോയോ അവിടെ ഒക്കെ തീ പിടിച്ചു. ഇന്നും ആ തീ നമ്മളിൽ നിന്ന് ഈ ലോകത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീയെ അണയ്ക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ആ തീ ആരുടെ അടുക്കലേക്ക് വരുന്നു, ആ ആളിനെ ആ തീ കയറി പിടിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ശ്രേഷ്ഠമേറിയ ദൈവവചനത്തിന്റെ ചില മർമ്മങ്ങൾ നമ്മൾ ഗ്രഹിക്കാൻ പോവുകയാണ്. ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ സഹോദര സഹോദരി, നീ വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി ഈ മുന്നോട്ട് പോകുന്ന ഈ ചില മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ ഉള്ളിൽ തീ പിടിക്കണം. ഇവിടെ ഇറങ്ങിപ്പോകുന്നത് ഈ തീ പിടിച്ചു വേണം ഇറങ്ങിപ്പോകുവാൻ. ഇതുവരെയുള്ള ക്രിസ്തീയ ജീവിതമല്ല. പവർലെസ് ആയിരിക്കുന്ന, ബലഹീനമായിരിക്കുന്ന, ശക്തിയില്ലാത്ത, ഉറങ്ങിപ്പോയിരിക്കുന്ന, തണുപ്പൻ മട്ടിലുള്ള ക്രിസ്തീയ ജീവിതമല്ല. കർത്താവിന് വേണ്ടി ഇനി ശേഷിച്ച കാലം, ആ ഒരു ചെറിയ കാലഘട്ടം കർത്താവിന് വേണ്ടി തീയിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് വചനം നമുക്ക് ഇന്നത്തെ രാത്രി തരികയാണ്. ഹല്ലേലൂയ. ഒരു വചനഭാഗത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയിലേക്ക്, ഹല്ലേലൂയ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് 11-12 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ നിന്നുകൊണ്ട് യേശു കർത്താവിനെ പരിചയപ്പെടുകയാണ് ലോകത്തിന്. യേശു കർത്താവിനെ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസിങ് ജീസസ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്. ഈ ലോകത്തിലേക്ക് യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. He will baptize you with the Holy Spirit and with fire. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനുള്ള സ്നാനത്തെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകത്തെ കുറിച്ചാണ്. അത് ശരിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുവെങ്കിൽ, അതിലെ തണുപ്പ് നിന്നിൽ നിന്ന് മാറി കർത്താവിന്റെ അഗ്നി നിന്നിലേക്ക് ഇറങ്ങും. അതാണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അഭിഷേകം പ്രാപിച്ച ദൈവവൈതലാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ച പെന്തിക്കോസ്തുകാരനാണെന്ന് നീയും ഞാനും പറയുമ്പോൾ എന്നിലൊരു തീ ലോകം കാണണം, എന്നിലൊരു ആർത്തി ലോകം കാണണം, എന്നിൽ ഹല്ലേലൂയ എന്റെ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയത്തെ ഈ ലോകം കാണണം ദൈവമക്കളെ. അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, you need to put a question mark whether you are baptized with the Holy Spirit or not. ഹല്ലേലൂയ. പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന 120ഓളം ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. അഗ്നിനാവുകൾ അവരെ നിറച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, അതുവരെ കണ്ട മനുഷ്യരെയല്ല ലോകം കണ്ടത്. പിന്നെയോ അവര് യെരുശലേം വിട്ട്, പാലസ്തീൻ വിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഓടി. എന്തെന്നറിയാമോ? ഈ തീയുള്ളിൽ പിടിച്ചവന് ഒരു തിരിക്കുവാൻ കഴിയുകയില്ല. ഒരു തിരിക്കുവാൻ കഴിയുകയില്ല. അവൻ ഓടും. എന്തിന്? ഈ തീ ലോകത്തിൽ മുഴുവനും എത്തിക്കണം. കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് ഈ ലോകത്തിന് തീയിടുവാനാണ്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണമേ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുന്ന കർത്താവ്. അപ്പോ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും. ലോകത്തിൽ മനുഷ്യന് സ്നാനം കഴിപ്പിക്കുവാൻ കഴിയുന്നത് വെള്ളത്തിലാണ്. എന്നാൽ ആത്മാവിന്റെ ശക്തിയാൽ എന്നെയും നിന്നെയും
ബാപ്റ്റൈസ് ചെയ്യുവാൻ സാക്ഷാൽ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതിന് വേറൊരു ഷോർട്ട് കട്ടില്ല. അതിന് വേറൊരു ഷോർട്ട് കട്ടില്ല. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തി ഡീപ് ഇൻസൈഡ് അവർ ലൈഫ്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ അങ്ങ് ഉള്ളിലുള്ള അതിവിശുദ്ധ സ്ഥലമാകുന്ന ആത്മാവിൽ ഇന്നത്തെ രാത്രി ഒരു പ്രവൃത്തി നടക്കണം. ദൈവവൈതലേ, ഈ തീ അകത്ത് പിടിക്കണം. അത് നിന്റെ വായിൽ പിടിച്ചാൽ പോരാ, നിന്റെ നാവിൽ പിടിച്ചാൽ പോരാ, അത് നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ആത്മാവിനെ ആ തീ പിടിക്കണം. നാവിൽ പിടിക്കുന്ന തീയെ കുറച്ചു നേരം കഴിയുമ്പോൾ മാറും. കയ്യെ പിടിച്ചിരിക്കുന്ന തീ കുറച്ചു കഴിഞ്ഞ് മാറും. എന്നാൽ നിന്റെ ആത്മാവിൽ സ്വർഗത്തിന്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് നീ ഹല്ലേലൂയ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് അത് നിന്നെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് ഞാൻ ഈ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന വിഷയവുമായി സംബന്ധിച്ച് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ 1, the fire through which a person needs to follow Christ. He is talking about the fire through which a person needs to follow Christ. തന്നെ അനുഗമിക്കുവാൻ വേണം ഒരുത്തരൊരു തീരുമാനമെടുത്താൽ അവനിലേക്ക് പകരപ്പെടുന്ന തീയെ കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഈ തീ പിടിക്കാത്ത ഒരു വ്യക്തിക്ക് അനുഗമിക്കുവാൻ കഴിയുകയില്ല. It is talking about the fiery ordeal of discipleship. ദൈവത്തിന്റെ ദാസന്മാർ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ് ഈ പറയുന്നത്. അഗ്നിശോധന എന്ന് പറയുന്ന രോഗം വരുന്നതോ ബുദ്ധിമുട്ടുകൾ വരുന്നതോ പീഡനം വരുന്നതോ അല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടമാണ് അഗ്നിശോധന. ഫിയറി ഡീൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു വലിയ വില കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുന്നതാണ് ഈ തീയുടേതായ ശോധന എന്ന് പറയുന്നത്. ഈ തീ പിടിച്ച വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. തീ പിടിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന സൈഡിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയെന്ന് വെച്ചോ, സൂക്ഷിച്ചിറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സൂക്ഷിച്ചായിരിക്കും ഇറങ്ങുന്നത്. ആണോ? അല്ല. തീ പിടിച്ച ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഒരു പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന് കൈ കാണിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ കയ്യും തട്ടി മാറ്റി സ്റ്റോപ്പ് എന്നുള്ള ബോർഡ് എടുത്തെറിഞ്ഞിട്ട് നമ്മൾ ഓടും. അതാണ് തീയുടെ പ്രത്യേകത. സ്വർഗത്തിന്റെ തീ അകത്തേക്ക് വീട് കഴിഞ്ഞാൽ, അകത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, ലോകം നിന്റെ മുമ്പിൽ സ്റ്റോപ്പ് ബോർഡ് കാണിച്ചാലും, ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാലും, വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടാലും, ഭക്ഷണം തരത്തില്ലെന്ന് പറഞ്ഞാലും, നിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞാലും, nothing ever can stop you because you got the fire of God inside you. നിന്റെ ഉള്ളിൽ സ്വർഗ്ഗത്തിന്റെ തീ പിടിച്ചിരിക്കുക. Hallelujah. Praise God. Hallelujah. Fire through which a person needs to follow Christ. ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിയിൽ പിടിച്ചിരിക്കുന്ന തീയെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആ തീ ഇടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് വന്നതുവരെ ഒരുത്തർക്കും ആ തീ ലഭിച്ചിട്ടില്ല പഴയ നിയമത്തിൽ. അവിടെയോ ഇവിടെയോ ചില പ്രവാചകന്മാർ കർത്താവിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി എഴുന്നേറ്റു എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ഉറങ്ങി തൂങ്ങി നടന്നവരാണ്. അവരുടെ ഉള്ളിൽ ആ തീയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ കർത്താവിന് വേണ്ടി, എന്റെ ദൈവത്തിന് വേണ്ടി, എരിയുന്ന ഒരു ജനത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ആ തീ ഞാൻ ഇടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് 10-ന്റെ 35 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 2 പേര്, ശിഷ്യന്മാരിൽ 2 പേര്, നമുക്കറിയാം, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. കർത്താവിനോട് വന്ന് പറയുകയാണ്. 37-ാമത്തെ വാക്യം, മാർക്ക് ചാപ്റ്റർ 10 verse 37. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തിന് ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. Verse 37, they said unto him, grant unto us that we may sit one on thy right hand and on one and the other on thy left hand in thy glory. എത്ര മഹത്വമേറിയ ഒരു ആഗ്രഹമായി സഹോദരന്മാർക്കുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല കർത്താവിന്റെ അടുത്ത് വന്ന് ചോദിച്ചത്, കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളുടെ ചേട്ടനായവൻ ഒരുത്തൻ വലത്തും അനിയനായ ഒരുത്തൻ ഇടത്തും ഇരിക്കുന്നു. വേറെ എന്തെങ്കിലും ആഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് തീർച്ചയായിട്ടും അവരെ ബഹുമാനിച്ചിട്ട് തീർച്ചയായിട്ടും അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാ കർത്താവിന് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്തോന്നറിയാമോ? ഹല്ലേലൂയ, you need to pay a price for it. നീ അതിനൊരു വില കൊടുക്കണം.
എന്റെ മഹത്വത്തിൽ എന്റെ വലത്തും ഇടത്തും ഇരിക്കണമെങ്കിൽ നീ ഒരു വില കൊടുക്കണം. ആ വില എന്താണെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ അവരോട് പറയുന്നു, 38-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 38, യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് പറയും. മുമ്പേ പറഞ്ഞല്ലോ കർത്താവ്. നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ 12-ാം അധ്യായത്തിൽ, എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ എനിക്ക് കഴിയുമോ? Will you be able to drink of the cup that I am drinking of? ഹല്ലേലൂയ. ഞാൻ കുടിക്കുവാൻ പോകുന്ന, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? Can you partake the same baptism that I am going to be baptized with? ഞാൻ ഏൽക്കുന്ന സ്നാനത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാകുവാൻ നിങ്ങൾക്ക് എന്നോട് കൂടെ ആ കഷ്ടതയിൽ സ്നാനപ്പെടുവാൻ കൂടെ കഴിയുമോ? That is the price you need to pay if you want to sit on the right or the left hand of me in my glory. എന്റെ മഹത്വത്തിൽ വലത്തോ ഇടത്തോ ഇരിക്കണമെങ്കിൽ, എന്നോട് ചേർന്ന് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ, എന്നോട് ചേർന്ന് നിങ്ങൾക്ക് വസിക്കണമെങ്കിൽ, എന്റെ ഡിസൈപ്പിളായി എന്റെ പിന്നാലെ അനുഗമിക്കണമെങ്കിൽ, ഞാൻ ഇരിക്കുന്ന മഹത്വത്തിൽ നിന്റെ മരണശേഷം ഇരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, സഹോദര സഹോദരി, കർത്താവ് കുടിച്ച പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ ഒരാഗ്രഹം നമുക്കുണ്ടാകണം. അവരെയൊക്കെ സ്നാനത്തിന്റെ പങ്കാളികളാകുവാൻ ഒരാഗ്രഹം നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിക്കേ. ഹല്ലേലൂയ. അവർ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം അതാ. ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്താവ് എത്രയെത്ര വഴികൾ തുറന്നു തന്നിരിക്കുക, എത്രയെത്ര അവസരങ്ങൾ തന്നിരിക്കുക. നമുക്ക് ആർക്കെങ്കിലും ഈ ആഗ്രഹമുണ്ടോ ദൈവമക്കളെ? നമുക്ക് ആർക്കെങ്കിലും ഈ ആഗ്രഹമുണ്ടോ? ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ഈ ലോകത്തിൽ വിലയില്ലാത്ത, നിഷ്പ്രഭമായിരിക്കുന്ന ഈ വിലയില്ലാത്ത പൂക്കളുടെയും പുലിന്റെയും പിന്നാലെ, അല്ലെങ്കിൽ മണ്ണിന്റെ പിന്നാലെ ഉള്ള ഓടുവാനുള്ള ഓട്ടമല്ലാതെ, ത്വരയല്ലാതെ നിത്യമായി നിലനിൽക്കുന്ന ശ്രേഷ്ഠമേറിയ സ്വർഗീയ സൗഭാഗ്യത്തിൽ കർത്താവിനോടുകൂടെ നിത്യയുഗങ്ങൾ വസിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ ദൈവമൈതലേ? ഈ കടന്നു വന്ന ദൈവമക്കൾക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കർത്താവേ എന്തിനും ഞങ്ങൾ തയ്യാറായ. അവരത് പറയുക മാത്രമല്ല, അവർ ചെയ്തു. നമുക്കറിയാം യാക്കോബ് എങ്ങനെയാ മരിച്ചതെന്ന്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബിനെ ഹെരോദാവ് ശിരച്ഛേദം ചെയ്തു കൊന്നു. ആ ചെറുപ്രായത്തിൽ 10-30 വയസ്സുണ്ടായിരുന്ന യാക്കോബിനെ ഹെരോദാവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവവചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. യോഹന്നാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാം. യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് വലിച്ചിട്ടു. അതിനുശേഷമോ തന്നെ എക്സൈൽ ചെയ്ത് അയൽ ഓഫ് പത്മസിലേക്ക്, പത്മോസ് ദ്വീപിലേക്ക് തന്നെ നാട് കടത്തി. ഏറ്റവും പ്രായം കൂടി മരിച്ച കർത്താവിന്റെ അപ്പോസ്തലനാണ്. രക്തസാക്ഷിത്വം ഇല്ലാതെ നോർമൽ ഡെത്തിലൂടെ മരിച്ച ദൈവത്തിന്റെ ദാസനാണ് യോഹന്നാൻ. എങ്കിൽ തന്നെയും തന്റെ ജീവിത കാലഘട്ടത്തിൽ താൻ കടന്നുപോയ കഷ്ടം എന്ന് പറയുന്നത് അത്ര ഭയാനകമായ കഷ്ടങ്ങളായിരുന്നു. അവർ പറയുക മാത്രമല്ല, അതിലൂടെ അവർ കടന്നു പോവുകയും ചെയ്തു. കർത്താവിലൂടെ പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങളത് ചെയ്യും നിശ്ചയം. അടുത്ത വാക്യം നോക്കി, 39-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്നാൽ എന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അത് അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. Praise the Lord. The Lord said, yes, you will do it because He is God. He knew what was going to happen in the life of these people. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത് മുന്നമേ കാണുവാൻ കർത്താവിന് കഴിഞ്ഞു. അതിലെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ളത് ആർക്കാണോ പിതാവ് വെച്ചിരിക്കുന്നവർക്ക് കിട്ടും. That place is open to you and to me. ഈ ലോകത്തിലുള്ള എല്ലാ ദൈവമക്കൾക്കും ആ അവസരം കർത്താവ് തുറന്നു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ആര് കർത്താവിനോട് വിശ്വസ്തരായിരിക്കുന്നുവോ, ആര് കർത്താവിനോട് ചേർന്ന് വസിക്കുന്നുവോ, ആര് കർത്താവിന് വേണ്ടി ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവോ, അതിലൊരുവന് അത് പ്രസംഗകനാകണമെന്നില്ല. ആരും അറിയാത്ത ഏതെങ്കിലും കോണിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട സഹോദരിയായിരിക്കും, അവർക്കായിരിക്കും അത് കിട്ടുക. അറിയില്ല. Nobody knows that. മറന്നു പോകരുത് ദൈവമക്കളെ. അടുത്ത വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് കേട്ടിട്ട് ബാക്കി 10 പേര് ഈ ശിഷ്യന്മാരോട് നീരസപ്പെട്ടത്. ഇതാ ദൈവമക്കളെ ഇന്ന് സഭയിൽ നടക്കുന്നത്. ഒരാൾക്ക് ആത്മീയ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഒരുവൻ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്നത് കാണുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുന്നവരാണെങ്കിലും കൂടെ ഇരിക്കുന്നവർക്ക് അതിന് താല്പര്യമില്ല. ഇവിടെ കാണാം. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ അത് വേറൊരു മെസ്സേജ് ആയിട്ട് പോകും. സോ ഐ എം നോട്ട് ഗോയിങ് there. I have so much to say that the Lord has put in my heart. Hallelujah. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, there is a price you and I need to pay for this. ലൂക്കോസിന്റെ സുവിശേഷം 9:23, മർക്കോസിന്റെ സുവിശേഷം 8:36, മത്തായിയുടെ സുവിശേഷം 16:38.
അതുപോലെ ലൂക്കോസിന് ശേഷം വീണ്ടും 14:27 ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. If a person chooses to follow me, he has to deny himself, carry his cross daily and follow me. Without a cross you cannot follow Christ, because he walked and he ran through the path of the cross. ക്രൂശിന്റെ വഴിയല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ മറ്റൊരു വഴിയില്ല. മറ്റു പല വഴികളെ കുറിച്ച് പ്രസംഗങ്ങളുണ്ട്, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കേൾക്കാം. വേറെ വഴി, അനുഗ്രഹത്തിന്റെ വഴി, റോസാ പുഷ്പം വിതറിയ മനോഹരമായ മാർബിളിന്റെ വഴികളെ കുറിച്ച് പ്രസംഗിക്കുന്നവരുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നു ക്രൂശിന്റെ വഴിയിലൂടെ അല്ലാതെ ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിനക്ക് എത്തുവാൻ പറ്റില്ല. കാരണം അവൻ ക്രൂശിലൂടെ കടന്നുപോയവനാണ്. എന്റെ പിന്നാലെ വരിക എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ താൻ പോയ വഴിയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ, മറ്റൊരു വഴിയില്ല. You and I need to pay a price to become a disciple of Christ. ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ, അവിടുത്തെ ശിഷ്യനാകുവാൻ, ശിഷ്യയാകുവാൻ you and I need to walk or run through the path of the cross. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ മനോഹരമായ ശ്രേഷ്ഠമേറിയ അനുഭവം പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ തീയിടുവാൻ വന്നു എന്ന് പറഞ്ഞാൽ he is dividing the world. ഹല്ലേലൂയ. Those who are for the kingdom of God, those who are for the kingdom of the world. For the first time ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനം, ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനം, ആ ഡിവിഷനായി തീ ഉണ്ടാക്കുന്നത്. ആ വചനഭാഗത്തേക്ക് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ലൂക്കോസിന് ശേഷം 12-ാം അധ്യായത്തിൽ 51, 52, 53 വാക്യങ്ങളിലേക്ക് വായിച്ചു വരുമ്പോൾ ഒരു വീട്ടിൽ 3 2 ചിന്തിരിച്ചിരിക്കും. അപ്പനും അമ്മയും, അപ്പനോട് മക്കൾ ചിന്തിരിക്കും, അമ്മയോട് മരുമകൾ ചിന്തിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ തീ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം പറയുന്നതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, അമ്മ പറയുന്ന വഴികളിൽ നടക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും ലോകക്കാരായിരിക്കും. എന്നാൽ ഒരു മകന്റെ ഹൃദയത്തിലേക്ക് ഈ തീ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൻ പറയുന്ന ലോകത്തിന്റെ വഴി മകൻ വിട്ടിട്ട് അപ്പനെതിരെ അവൻ നിൽക്കും, അമ്മയ്ക്കെതിരെ നിൽക്കും. റെസ്പെക്ട്ഫുള്ളി, ബഹുമാനത്തോടെ തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കും. അപ്പം പറയുമെന്ന് വെച്ചോ, നീ ഈ വഴി, ഈ വിശ്വാസത്തിന്റെ വഴി പിന്തുടർന്നാൽ ഒരു തുണ്ട് ഭൂമി പോലെ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പറയും, അപ്പ എനിക്ക് തരാനുള്ള വീതും കൂടെ അപ്പനം എടുത്തു, പക്ഷെ എനിക്ക് നിത്യമായി നിലനിൽക്കുന്ന സമ്പത്ത് സ്വർഗത്തിലുണ്ട്. Hallelujah. There is a line will be drawn in this world where God would say, my child, come this side, let the world stand on the other side, let your friends stand on the other side, let your relatives stand on the other side. ഞാൻ ഈ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, what does it say? He is drawing a line in the world and he is asking you to come this side of the line. Let your friends, let your world, let your relatives, let everybody stand on the other side. You be with me this side. കർത്താവ് ഒരു ലൈൻ വരയ്ക്കുക ലോകത്ത്. എന്നിട്ട് പറയാം, മോനെ നീ എന്നോടുകൂടി ഈ ലൈനിന്റെ ഇപ്പുറത്ത് വാ. നിന്റെ കൂട്ടുകാരൻ, നിന്റെ വീട്ടുകാരൻ, നിന്റെ നാട്ടുകാരൻ, നിന്റെ എല്ലാം അങ്ങേ വശത്ത് നിൽക്കട്ടെ. ഹല്ലേലൂയ. കാരണം നീ മരണത്തിലൂടെ ജീവനിലേക്ക് കടക്കുകയാണ്. നീ വേറൊരു ലോകത്തിന് വേണ്ടിയുള്ളവനാണ്. കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നതിന്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ശ്രേഷ്ഠമേറിയ തോട്ട്സ് നമുക്ക് കേൾക്കുവാനായിട്ടുണ്ട്. ഈ ദൈവവചനത്തിൽ ആദ്യമായിട്ട് ഫയർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? തീ എന്ന വാക്ക് ദൈവവചനത്തിൽ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? പ്ലീസ് ടേൺ വിത്ത് മീ ടു Genesis chapter 3. Genesis chapter 3 verse 24. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ശ്രദ്ധിക്കണമേ. So he drove out the man and he placed to the east of the garden of Eden with the cherubims and a flaming sword which he turned every way to keep the way of the tree of life. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് വേണ്ടി കറങ്ങുന്ന ജ്വാലയുള്ള വാളുമായിട്ട് കെരൂബുകളെ കാവൽ നിർത്തിയത്, തീ ജ്വാലയുമായിട്ട് അവരുടെ വാളിലൂടെ തീ വിട്ടുകൊണ്ടിരിക്കുകയപ്പോൾ. This is the first place in the scriptures where fire is mentioned. എന്തിനാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ. വേറൊരു വൃക്ഷത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇതറിയാമോ? ട്രീ ഓഫ് നോളജ് ഫോർ ഗുഡ് ആൻഡ് ഈവിൾ. നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം. ആ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ വെച്ചിട്ടുണ്ടോ തീയ? ഇല്ല.
ആർക്കെങ്കിലും ഈ ട്രീ ഓഫ് ലൈഫിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൽ നിന്ന് ഭക്ഷണം പറിച്ച് കഴിച്ചാൽ നമ്മൾ എന്നേക്കും ജീവിക്കും. അതായിരുന്നു ആദ്യം ആദമൻ ചെയ്യേണ്ടിയിരുന്നത്. ആദമിന് ഇഷ്ടം പോലെ അത് പറിച്ച് തിന്നിട്ട് എന്നും ജീവിച്ചിരിക്കാമായിരുന്നു. പക്ഷേ അവൻ പോയത് പിശാചിന്റെ വാക്ക് കേട്ടിട്ട് നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം പറന്ന് തിന്നു. കർത്താവ് പറഞ്ഞതുപോലെ അവൻ ആത്മീയമായി മരിച്ചു. He wouldn't have died if he had become a partaker of the tree of life. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ഈ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം കർത്താവ് എഴുതി വെച്ചത്, പാപം ചെയ്ത മനുഷ്യൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കാൻ തക്കവണ്ണമാ അവനെ പുറത്താക്കിയത്. ജീവന്റെ വൃക്ഷമാകുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷമാകുന്ന ക്രിസ്തുവിലേക്ക് ഒരാൾക്ക് കൈനീട്ടണമെങ്കിൽ അവന്റെ മേലെ തീ വീണേ പറ്റത്തുള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയേ, ആരെങ്കിലും ഈ ഏദൻ തോട്ടത്തിനകത്തേക്ക് കടന്നു ചെന്ന് ജീവവൃക്ഷത്തിന്റെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ആദ്യം ഫേസ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ ചെരൂബിം വിത്ത് ഫ്ലേമിംഗ് സ്വോർഡ്. ഈ കറങ്ങുന്ന വാളുമായി നിൽക്കുന്ന ആ ജ്വാല, ആ തീയുടെ മുമ്പിലൂടെ അല്ലാതെ ജീവന്റെ വൃക്ഷത്തിലേക്ക് പോകുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. That is talking about a cross. The fire has to fall on you and me if you want to be a partaker of the tree of life. ജീവന്റെ വൃക്ഷത്തിന്റെ ഓഹരിക്കാരനായി തീരുവാൻ സഹോദരി നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ മേൽ ഈ തീ വീണേ പറ്റൂ, നിന്റെ മേൽ ഈ വാള് വീണേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് ഈ വാള് വീഴുന്നുണ്ടോ? വാള് വീണ സഹോദരങ്ങളെ കണ്ടാൽ പെട്ടെന്നറിയാം. കർത്താവിന്റെ തീ വീണ ദൈവമക്കളെ കണ്ടാൽ പെട്ടെന്നറിയാം. അവരുടെ കണ്ണുനീര് എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അവരുടെ മുഖം കണ്ടാൽ സെലിബ്രിറ്റിമാരുടെ മുഖം പോലെ ഷൈനിങ് ഫേസസ് അല്ല. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകളുണ്ട്. ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. അവരുടെ നടപ്പ് കണ്ടാൽ അറിയാം, അവരുടെ ലോകത്തിന്റെ നടപ്പല്ല അവരുടെ നടപ്പ്. അവരുടെ ലക്ഷ്യം കണ്ടാൽ അറിയാം, അവരുടെ ലക്ഷ്യം ഈ ലോകത്തിലുള്ളവരുടെ ലക്ഷ്യമല്ല. അവരുടെ വാക്കുകൾ കണ്ടാൽ അറിയാം, ഈ ലോകക്കാർ സംസാരിക്കുന്ന വാക്കുകളല്ല അവരുടെ നാവിലുള്ളത്. ഹല്ലേലൂയ. അവരൊരു ഭവനത്തിൽ കടന്നു വന്നാൽ ആ ഭവനത്തിൽ തീ പിടിക്കും. അവരൊരു വ്യക്തിയോട് സംസാരിച്ചാൽ അവര് തീയെയാണ് ഇംപാർട്ട് ചെയ്യുന്നത്. Because their heart is filled with the fire. ഡോക്ടർ ക്രിസ്വൽ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ C.H. സ്പർജനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്ധരണി, ഒരു കൊട്ടേഷൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നു. ഡോക്ടർ ക്രിസ്വൽ C.H. സ്പർജനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? The preachers today are Bible lecturers, but look into the life of Spurgeon. He is the man of fire. His words were full of fire. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഈ ലോകത്തിലുള്ള പ്രസംഗകരൊക്കെ ബൈബിൾ ലെക്ചേഴ്സാ, ബൈബിൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാ. പക്ഷേ സ്പർജന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഓരോ വാക്കുകളിലും തീയുണ്ട്. കാരണം എന്തെന്നറിയാമോ? അവന്റെ ഹൃദയവും ആത്മാവും മുഴുവനും ദൈവത്തിന്റെ തീ കൊണ്ട് നിറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ തീ അകത്തോടെ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ തീയുണ്ട്. അത് കടന്നു ചെല്ലുന്ന ഹൃദയങ്ങളും പൊള്ളും, ആത്മാക്കളും പൊള്ളും, അവർ തീ പിടിച്ചു പോകും. അതാ സ്പർജനെ കുറിച്ച് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന സഹോദരി, ജീവന്റെ വൃക്ഷത്തിലേക്ക് നിനക്കും എനിക്കും കടക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ത്രൂ ദ പാത്ത് ഓഫ് ദ ക്രോസ്. ക്രൂശിന്റെ വഴിയിലൂടെ മാത്രമേ ഹല്ലേലൂയ ഈ ചെരുവിനെ, ഈ കാവൽ നിർത്തിയിരിക്കുന്ന കെരൂബിന്റെ മുമ്പിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. കെരൂബിന്റെ മുമ്പിലൂടെ പോയാൽ അവന്റെ കയ്യിലുള്ള വാള്, ആ തീ നമ്മുടെ മേൽ വീഴും. എരിയുവാൻ തയ്യാറുള്ള ഒരു വ്യക്തി മാത്രമേ ഹല്ലേലൂയ ട്രീ ഓഫ് ലൈഫിലേക്ക്, ജീവന്റെ വൃക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ. പഴയ നിയമത്തിൽ ഈ ജനസിസിൽ പറയുന്ന ട്രീ ഓഫ് ലൈഫ് ആണ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനുമായി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, He is the tree of life. Hallelujah. Praise God. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് He is a consuming fire എന്ന, അല്ലേ? ദഹിപ്പിക്കുന്ന അഗ്നി എന്ന. He is a consuming fire. എന്നെ കേൾക്കുന്ന സഹോദരി, ഹല്ലേലൂയ, ഒരുവൻ അടുത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക ഞാനൊരു ദൈവ ഭക്തനാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അതിന്റെ സൈൻ എന്താണെന്നറിയാമോ? ഈ തീ കാണണം. എവിടെയെങ്കിലും ഒരു കോണിൽ കുനിഞ്ഞിരിക്കുന്നവനല്ല ദൈവവൈതൽ. ദൈവവൈതൽ കുനിഞ്ഞിരിക്കത്തില്ല നല്ല പറഞ്ഞത്. ഒരു സീസൺ ഉണ്ട്. എന്നാൽ അവന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കുറച്ചു നാളെ എന്റെ ജീവിതത്തിലുള്ളൂ. എത്ര ദിവസം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല. എത്ര നാളുകൾ ഈ ഭൂമിയിൽ എനിക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് എരിഞ്ഞടങ്ങണം. ഒരു മെഴുകുതിരി പോലെ, like a candle. Remember this, my brother, my sister. A lighted candle, and the candle knows that in a short time I will be no more.
ഒരു ക്യാൻഡിൽ അറിയാം, ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ഒന്നുമില്ലാതായി തീരും. പക്ഷേ ആ തീരുന്നത് വരെയും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ട് എനിക്ക് അവസാനിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവവേദന ഹൃദയത്തിലെ ആഗ്രഹമാണ്. My brother, my sister, you are not going to live for another 1000 years here, another millennium here. You don't know whether you will be here next week this time. അടുത്ത ശനിയാഴ്ച ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷയിൽ വരുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നോ, പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയുമെന്നോ? Nobody knows, only my Lord knows. ഇത്ര ക്ഷണികമായ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇത്ര ഫ്രജൈലായിരിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് my life is secured. എന്റെ ജീവിതം സെക്യൂരിറ്റിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക, ഭൂമിയിലെ സെക്യൂരിറ്റിക്ക് വേണ്ടി. എന്തിനാ? അടുത്ത റിട്ടയർമെന്റിനെ വേണ്ടി. എന്നെ കേൾക്കുന്ന സഹോദര, നീയും ഞാനും റിട്ടയർമെന്റിൽ എത്തുമോ? കർത്താവ് മാത്രം അറിയുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, നിന്റെ നിത്യത. ഇന്നല്ലെങ്കിൽ നാളെ നീ ഫേസ് ചെയ്യേണ്ട ഒരു സത്യമുണ്ട്, നിന്റെ നിത്യത. ആ നിത്യതയ്ക്ക് വേണ്ടി നീ എത്ര വില കൊടുക്കുന്നു? ആ നിത്യതയ്ക്ക് വേണ്ടി എത്രമാത്രം നീ കാംക്ഷിക്കുന്നു? Are you anxious about your eternity? Hallelujah. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Hallelujah. ഗലാത്യലേഖനം 2:20 മനോഹരമായ ഒരു വാക്യം കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, I am crucified with Christ, not me living, but Christ lives in me. ഞാൻ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നെ ക്രിസ്തു അത്രേ. ഇതായി ഈ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം. എന്റേതിനെയല്ല എരിച്ചുകളെ. എന്റെ സെൽഫ് അംബിഷൻസ്, എന്റെ സെൽഫ് ഗോൾസ്, എന്റെ ഡ്രീംസ്, ഇതെല്ലാം എവറിത്തിങ് കംസ് ടു ബീയിങ് എ പൈൽ ഓഫ് ആഷ്. ഒരു ചാരക്കൂമ്പാരം, ഒരു ഹീപ്പ് ഓഫ് ആഷ് പോലെ ഒരു കൂമ്പാരം ചാരമായി മാറും. ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്തെല്ലാം അംബിഷൻസ് ആയിരുന്നു ഈ ലോകത്തെക്കുറിച്ച്, എൻ്റെ പ്രൊഫഷനെ കുറിച്ച്, ഈ ലോകത്തിൽ എനിക്ക് എത്തേണ്ട വഴികളെ കുറിച്ച്. I had very specific plans about my secular life until a few years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ സെക്യുലർ ലൈഫിനെ കുറിച്ച്, ഈ ലോകത്തുള്ള എൻ്റെ വഴികളെ കുറിച്ച് സ്പെസിഫിക് പ്ലാൻസ് എനിക്കുണ്ടായിരുന്നു. അടുത്ത 5 years I must be there. അടുത്ത 5 വർഷം കൊണ്ട് എനിക്ക് എന്നതാകണം, അടുത്ത 10 വർഷം കൊണ്ട് എനിക്ക് ഇന്നതാകണം. I had specific plans. പക്ഷേ എൻ്റെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ എൻ്റെ മോഹങ്ങൾ, ഈ ലോകത്തിലെ എൻ്റെ സ്വപ്നങ്ങൾ, ഈ ലോകത്തിലെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും അവിടുത്തെ തീയുടെ മുമ്പിൽ ചാമ്പലായി മാറി. പകരം ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു, എൻ്റെ കർത്താവിന് വേണ്ടി ഈ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എത്രയോ വർഷങ്ങൾ കർത്താവിനെ അറിയാതെ കർത്താവിനെതിരായി ഞാൻ ജീവിച്ചു. ഇനി ലഭിച്ചിരിക്കുന്ന സമയം എത്രയെന്ന് ഞാൻ അറിയുന്നില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം കൊണ്ട് എങ്ങനെ, ഏത് വിധേനയെങ്കിലും, എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ എനിക്ക് എങ്ങനെ കഴിയും? സഹോദര സഹോദരി, പൗലോസ് പറയുക, I am crucified with Christ. You know crucifixion. Your hands are nailed, your legs are nailed. You won't be able to come out of the cross on your own. ക്രൂശിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? കയ്യും കാലും അവിടെ തറയ്ക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതാ ക്രൂസിഫിക്ഷൻ. I am crucified with Christ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ, my life is sold out for Christ. My life is nailed with Christ. I cannot come out of my own. എനിക്ക് തന്നെ ഇറങ്ങി വരാൻ പറ്റില്ല. ആ ഒരു ബോണ്ട് നമ്മളിൽ എത്ര പേർക്കുണ്ട് സഹോദര സഹോദരി? ആ ഒരു ബോണ്ട് നമ്മളിൽ എത്ര പേർക്കുണ്ട്? ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ തീ നമ്മുടെ ഉള്ളിൽ തരണം. ആത്മാവ് കത്തണം. നീ ലോകത്തിൽ നിന്നെ ആരും അറിയുന്നില്ലായിരിക്കാം. നെക്സ്റ്റ് ഡോർ നെയ്ബർ നിന്നെ അറിയുന്നില്ലായിരിക്കാം. നിന്റെ ജോലി സ്ഥലത്തുള്ളവർ നിന്നെ അറിയുന്നില്ലായിരിക്കാം. സഭയിലുള്ളവർ നിന്നെ അറിയുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ ലോകമൊന്നും കാണാത്ത വഴികളിലൂടെ ദൈവം നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രസംഗകൻ എത്താത്തടത്ത് നീ എത്തും. ഒരു നാള് സകല ലോകവും കാണിക്കെ, സകല ജനവും കാണിക്കെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കും. മലാക്കി പ്രവചനത്തിൽ പറയുന്നത് പോലെ, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനെ പിതാവ് മാനിക്കുന്നത് പോലെ കർത്താവ് നിന്നെ മാനിക്കും. ഈ സകല ലോകത്തിന്റെയും മുമ്പിൽ, എല്ലാ പ്രീച്ചേഴ്സിന്റെയും മുമ്പിൽ, എല്ലാ ദൈവമക്കളുടെയും മുമ്പിൽ അന്ന് നീ ആരെന്നവരൊക്കെ തിരിച്ചറിയും. ആ കോളിൽ നിന്നൊരു പാപ സഹോദരനാണോ ഈ നിൽക്കുന്നത്? ആരും അറിയാതെ കോളിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ സഹോദരിയാണോ ഇത്? അന്ന് ഞെട്ടുമേ ലോകം നിന്റെ ശുശ്രൂഷകളെ ഓർത്ത്. My brother, my sister, why can't you wait until then? അതുവരെ കാത്തിരിക്കാൻ എന്താ നിനക്ക് മനസ്സിലാത്തത്?
ഈ ലോകം നിന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം എന്തിനാ നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്? സഭയിലുള്ളവരെ നിന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം എന്തിനാ നിന്റെ അടുക്കിലേക്ക് വരുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ സഭക്കാരും നിന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം എന്തിനാ വരുന്നത്? കർത്താവ് നിന്നെ അംഗീകരിച്ചാൽ പോരെ. Hallelujah. Praise God. Hallelujah. Hallelujah. Genesis chapter 4 verse 4 ൽ പറയുന്നുണ്ട്, യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അടുത്ത വാക്യം പറയുന്നു, ഖായീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഹാബേലിലും അവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നതിന് മുമ്പ് വചനം എഴുതിയിരിക്കുന്നു, ഹാബേലിൽ പ്രസാദിച്ചത്. സഹോദര, മനസ്സിലാക്കണമേ, നിന്റെ യാഗം എത്ര ഇംപ്രസീവ് ആണെന്ന് പറഞ്ഞാലും നിന്നിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നിന്റെ യാഗത്തിലും പ്രസാദിക്കത്തില്ല. ഇന്ന് ഈ ലോകത്തിന് വേണ്ടത് കയ്യടിയും ഉറക്കെയുള്ള പാട്ടും റിതംസ് ഉള്ള മ്യൂസിക്കും ഓർക്കസ്ട്രയും ഇതൊക്കെയാ വേണ്ടത്. ഞാൻ ഇതിനൊന്നും എതിരല്ല സഹോദര സഹോദരി. പക്ഷെ നീ അവിടെ ഇല്ലെങ്കിൽ നീ കാണിക്കുന്ന ഇംപ്രഷൻ എന്താ? ലേവ്യാപുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അഹരോന്റെ മക്കളായ അബീഹുവും നാദാബും അബീഹുവും സ്ട്രേഞ്ച് ഫയർ കത്തിക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്യാഗ്നി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ദൈവസഭയുടെ മധ്യത്തിൽ, വർഷിപ്പിന്റെ മധ്യത്തില് ഇമോഷണലിസം സ്റ്റെറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില മിമിക് പരിപാടികളുണ്ടല്ലോ. ഇതാ സ്ട്രേഞ്ച് ഫയർ. ദൈവത്തിൻ്റെതല്ലാത്ത തീ ഇറക്കി തീ കത്തിക്കുന്നു, തീ ആളിക്കത്തുന്നു എന്നുള്ള ഭാവം മറ്റുള്ളവരെ കാണിക്കുന്നു. അതാണ് നാദാബും അബീഹുവും ചെയ്തത്. ലേവ്യ പുസ്തകം 10:1. സ്ട്രേഞ്ച് ഫയർ, ദൈവം പറഞ്ഞിട്ടില്ലാത്ത തീ അവർ കത്തിച്ചു. എന്ത് ചെയ്തു? ഒരൊറ്റ നിമിഷം മാനസാന്തരപ്പെടുവാൻ പോലും അവസരമില്ലാതെ ദൈവത്തിന്റെ തീയുടെ മുമ്പിൽ അവർ കത്തി. സഹോദര സഹോദരി, ദൈവമില്ലാത്ത തീ കത്തിക്കുവാൻ നീ ശ്രമിക്കരുത്. ദൈവമില്ലാത്ത തീ കത്തിക്കുവാൻ നീ ശ്രമിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നെവർ എവർ സ്റ്റിർ അപ്പ് ഇമോഷണലിസം. ഹല്ലേലൂയ. ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി ആത്മീയ ജീവിതത്തിൽ നടക്കത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ? ഇഷ്ടം പോലുണ്ട്. പക്ഷേ ഇന്ന് കൃപയുടെ യുഗമായതുകൊണ്ട് നീ വീണ്ടും ഒന്ന് മാനസാന്തരപ്പെടുവാൻ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ 3.5 വർഷം കായ്ക്കാത്ത അത്തിക്കും വീണ്ടും അവരൊരു സമയം കൊടുത്തു. ഈ വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ അതിനെ വെട്ടിക്കളയാം. ഒരു പക്ഷേ ഇന്ന് അനേകര് സ്ട്രേഞ്ച് ഫയർ സഭയ്ക്കകത്ത് ഇറക്കുന്നെങ്കിലും അന്യാഗ്നി കൊണ്ട് തീ കത്തിക്കുന്നെങ്കിലും എന്തുകൊണ്ടാണ് നാദാബും അബീഹുവും വീണതുപോലെ അവർ വീഴാത്തതെന്ന് ചോദിച്ചാൽ ദൈവം കരുണയും ദയയും ദീർഘക്ഷമയും ഉള്ളവനായതുകൊണ്ട് ഈ കൃപയുടെ യുഗത്തിൽ കുറച്ചുകൂടെ സമയം കൊടുക്കുകയാ. ഈ വചനം കേട്ടെങ്കിലും നീ ഒന്ന് മടങ്ങിവോ. ആരെയും പ്രസിയാനാ നീ? സ്വർഗം നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ, നിന്റെ ആരാധന സ്വർഗം സ്വീകരിച്ചില്ലെങ്കിൽ, ഈ ലോകം മുഴുവനും കൈയടിച്ചാൽ നിനക്കെന്ത് പ്രയോജനം? യൂട്യൂബിൽ മില്യൺസ് വ്യൂ ഉണ്ടായാൽ നിനക്കെന്ത് പ്രയോജനം? 50,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാൽ നിനക്കെന്ത് പ്രയോജനം? ഇതിനേക്കാൾ അധികം വ്യൂസും സബ്സ്ക്രിപ്ഷൻസും ഉള്ളവര് ഇന്ന് നിത്യ നരകത്തിൽ കിടപ്പുണ്ട്. ഈ ലഭിച്ചിരിക്കുന്ന ക്ഷണികമായ ആയുസ് തീരുന്നതിന് മുമ്പേ സഹോദര സഹോദരി, നീയും ഞാനും, ഐ ആം ഇൻക്ലൂസീവ്, നീയും ഞാനും ഈ നിത്യമായതിനു വേണ്ടി ഒരുങ്ങാം. കുറവുകൾ സംഭവിക്കുന്നെങ്കിൽ കർത്താവേ അങ്ങയുടെ കൃപയെ എനിക്ക് തരണമേ. എത്രമാത്രം ആഴത്തിൽ നീ വീണാലും ശരി, ഏത് വലിയ പാപബന്ധനത്തിൽ നീ ആയിപ്പോയാലും ശരി, നീ അവിടെ കിടന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ നിലവിളിച്ചാൽ കർത്താവിന്റെ കരുണയുള്ള കരം നീട്ടി അവൻ നിന്നെ ആ പാപത്തിന്റെ കുഴിയിൽ നിന്നെടുക്കും. നിന്റെ ജീവിതത്തെ അവൻ മാറ്റും, നിന്റെ സ്വഭാവത്തെ അവൻ മാറ്റും. എന്തുകൊണ്ട് ഞാനത് പറയുന്നു? എന്റെ ജീവിതത്തിൽ അവരത് ചെയ്തു. നിങ്ങളെല്ലാം വീണതിനേക്കാൾ അധികം ആഴത്തിൽ വീണുപോയ മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ കർത്താവിന് കാരണം തോന്നി, അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. If the Lord can do it for me, how many times He will be able to do it for you? Hallelujah, hallelujah. വേഗം മുന്നോട്ട് പോട്ടെ. സമയത്തിന് പോയിരിക്കുന്നു. ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് പോവുകയാണ് മെസ്സേജ്. നമ്മൾ ഇതുവരെ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയത്. Hallelujah, those whomever Jesus has called to follow Him has to go through this fire. കർത്താവ് തന്നെ അനുഗമിക്കുവാൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ തീയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ അനുഗമിക്കാൻ പറ്റൂ. കാരണം He is living in the fire. കർത്താവ് തീക്കകത്ത് വസിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. ശ്രേഷ്ഠമേറിയ തീയുടെ അനുഭവത്തിൽ ആ തീയുമായിട്ടുള്ള തീയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുവാൻ പറ്റുന്ന, തീയുമായിട്ട് അക്കസ്റ്റംഡ് ആയിരിക്കുന്ന, ഫെമിലിയർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനോട് ചേർന്ന് വസിക്കുവാനാണ് പറ്റൂ. നമ്പർ 2, ബി പോയിന്റ്, സ്പിരിറ്റ് ഓഫ് ബേണിംഗ്
ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞാൽ തീയിടാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഹീസ് ടോക്കിംഗ് അബൌട്ട് എ സ്പിരിറ്റ് ഓഫ് ബേണിംഗ്. ദാറ്റ് മീൻസ് ആൻ ഇൻഡ്വെല്ലിംഗ് ഫയർ. അകത്ത് വസിക്കുന്ന ഒരു തീയെക്കുറിച്ച്. ഞാൻ ഈ ഭൂമിയിൽ വന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ഉള്ളിൽ തീയിടാനാണ്. എന്നെ കേൾക്കുന്ന സഹോദര, പുറത്ത് തീ വീഴുമ്പോഴാണ് നീ നശിക്കുന്നത്. നിന്റെ അകത്ത് തീ വീണാൽ നീ നശിക്കുകയല്ല, നീ ജീവിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അകത്താണ് തീ വന്നത്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നത് അവരുടെ ഉള്ളിലേക്കാണ് വന്നത്. പുറത്ത് നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയല്ലായിരുന്നു, അവൻ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മെ സഹായിക്കുന്നത്. സാംസനെ പരിശുദ്ധാത്മാവ് സഹായിച്ചത്, ശിംശോനെ സഹായിച്ചത് പുറത്തു നിന്നാ സഹായിച്ചത്, ഗിദെയോനെ സഹായിച്ചത് പുറത്തു നിന്നാ സഹായിച്ചത്. പഴയ നിയമത്തിൽ ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, പ്രവാചകന്മാരെ നോക്കിക്കോ, പുറത്തു നിന്നാണ് സഹായിച്ചത്. ദാനിയേലിനെ നോക്കി, അവന്റെ മേൽ വന്നിരിക്കുകയായിരുന്നു, പുറത്തു നിന്ന് സഹായിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ബലഹീന മനുഷ്യരായ നമ്മളെ ദൈവം സഹായിക്കുന്നത് പുറത്തു നിന്നല്ല, അവൻ അകത്ത് വസിച്ചാ സഹായിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? What an amazing privilege, spiritual privilege you and I have in Christ. ക്രിസ്തുവിനുള്ള ശ്രേഷ്ഠമേറിയ വിളി എത്ര ശ്രേഷ്ഠതയാ! ഈ ശ്രേഷ്ഠത അറിയാതെ എത്രയോ പേര് ദൈവമക്കളെന്ന് പറഞ്ഞ് ഭൂമിയിൽ ജീവിച്ചു പോകുന്നു. എത്രയോ വർഷങ്ങൾ അന്ധനായി ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചതാ. ഇത്രമാത്രം ശ്രേഷ്ഠമേറിയ അനുഭവം എനിക്ക് സ്വായത്തമാക്കുവാൻ കഴിയുമെന്ന് അറിയാതെ ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഭൂമിയിൽ തപ്പിത്തടഞ്ഞ് നടന്ന മനുഷ്യനാ ഞാൻ. വീണ്ടും ജനനം പ്രാപിച്ചിട്ടും 10, 12, 13 വർഷക്കാലം ഈ ലോകത്തിലെ അന്ധനായി ദൈവവചനത്തിന്റെ ആഴങ്ങൾ അറിയാതെ, ദൈവവചനം എന്തെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ ഈ ലോകവും ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ആത്മീയതയുടെ മുമ്പേ പറഞ്ഞതുപോലെ ന്യൂട്രലായിട്ട് ജീവിച്ച മനുഷ്യനാ ഞാൻ. എന്റെ കർത്താവ് എന്നെ സ്പർശിക്കുന്നത് വരെ, എന്റെ കർത്താവിന്റെ ഹൃദയം തുറക്കുന്നത് വരെ, എന്റെ കർത്താവിന്റെ ഉള്ളിൽ തീയിടുന്നത് വരെ, today I am on fire for God, by His grace, for His glory. Praise God. Hallelujah. So spirit of burning, that is the indwelling fire. Those who stand in the presence of God's glory will burn in God's glory. ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ദൈവമഹത്വം കൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് സാറാഫുകളെ കാണാൻ പറ്റും. യെശയ്യാവ് ദർശനത്തിൽ കാണുക സാറാഫുകൾ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സെറാഫിംസ് എന്ന വാക്കിന് ഹീബ്രുവിലുള്ള മീനിങ് ദ ബേണിംഗ് വൺസ് എന്ന, എരിഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്ന. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഒരുപക്ഷെ യെശയ്യാവിന് പേരറിയത്തില്ലായിരിക്കാം ഈ ദൂതന്മാരുടെ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു പേര് കൊടുത്തു, ബേണിംഗ് വൺസ്, എരിഞ്ഞുകൊണ്ടിരിക്കുന്നവർ. സെറാഫിംസിന്റെ റൂട്ട് മീനിങ് ആണ്, ഹീബ്രു മീനിങ് ആണ് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവരെ എരിയുന്നവരെന്ന് വിളിച്ചത്? ദൈവത്തിന്റെ മുമ്പിൽ അവരെപ്പോഴും നിൽക്കുന്നത്, ദൈവമഹത്വത്തിൽ നിൽക്കുന്നവരെ എരിഞ്ഞുകൊണ്ട് നിൽക്കും. അതിന്റെ അർത്ഥം. അപ്പോ ഞാൻ ദൈവമഹത്വത്തിലാണോ ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ എന്റെ ജീവിതം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, on the fire of God. നിങ്ങൾ ദൈവമഹത്വത്തിലാണോ ജീവിക്കുന്നത്? ഒറ്റ ടെസ്റ്റേ ഉള്ളൂ, are you in the fire of God? കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, കർത്താവിന് വേണ്ടി എരിയണം. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ദാഹം വന്നിട്ടില്ലെങ്കിൽ, hallelujah, I am not condemning you. This is not a message of condemnation. ഇത് കുറ്റം വിധിക്കുന്നതോ ശിക്ഷാവിധിക്കോ ഉള്ള മെസ്സേജ് അല്ല. This is an encouraging message. ഇന്നത്തെ രാത്രി ഇരിക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അകത്താത്മാവിൽ പ്രാർത്ഥിച്ച കർത്താവേ, ഈ പറഞ്ഞിരിക്കുന്ന തീയെ എന്നിലേക്ക് ഇറക്കണമേ. ഇത് മനുഷ്യരുണ്ടാക്കുന്ന തീയല്ല, ഇവിടെ നിന്നുകൊണ്ട് സംസാരിച്ച് ഇമോഷണലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന തീയല്ല. ഞാൻ ഓരോ വാക്യങ്ങൾക്കും വചനം പറഞ്ഞാണ് ദൈവവചനം പ്രസംഗിക്കുന്നത്. ഈ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന തീയാണിത്. യെശയ്യാവ് ഹല്ലേലൂയ കാണുന്നു സെറാഫിംസ്, അവര് തീജ്വാല പോലെ അവർ കത്തിക്കൊണ്ടിരിക്കുക. കാരണം കത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവർ വസിച്ചുകൊണ്ടിരിക്കുന്നത്. They were living in the throne room of God. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ തൊട്ട് മുമ്പിലാണ് അവർ ഉണ്ടാക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും കഴിയുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ആ വെളിച്ചം, ആ തീ അവരിലേക്ക് വ്യാപരിച്ചുകൊണ്ട് അതിനെ അവർ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നാം ദൈവത്തോടുകൂടെ വസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാഭിഷേകത്തിൽ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിന്റെ മഹത്വം പ്രാപിച്ച്
ഹല്ലേലൂയ. അഥവാ ആ കൃപാവരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് തന്ന കൃപാവരങ്ങളിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, താഴ്മയുള്ള ആത്മാവോടെ ഹല്ലേലൂയ സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റിയിൽ അവിടുത്തെ പാദപീഠത്തിൽ അനുദിനം കൂട്ടായ്മ ആചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവജനത്തിന്റെ കൂട്ടായ്മയെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, my brother, my sister, there is no doubt you are on fire. തീക്കുണ്ടത്തിനകത്ത് വീഴുന്ന ഒരു കമ്പ് കത്താതിരിക്കത്തില്ല. അതാണ് ദൈവസഭയിലേക്ക് കടന്നു വരണമെന്ന് പറയുന്നത്. അതാണ് സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയിൽ എപ്പോഴും നിൽക്കണമെന്ന് പറയുന്നത്. ഒരാളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളിലുള്ള തീ മറ്റേയാളിലേക്ക് പടരും. എപ്പോഴും നീ ഒറ്റയ്ക്കായി പോയാൽ ഒരു നാളിൽ എത്ര കത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായാലും നീ കെട്ടുപോകും. എത്ര വലിയ ഹോമകുണ്ടത്തിൽ, തീയുടെ കുണ്ടത്തിൽ കിടക്കുന്ന ഒരു വലിയ തീ കല്ലെന്ന് പറഞ്ഞാലും, ഒരു വലിയ തീക്കട്ടയാണെന്ന് പറഞ്ഞാലും എടുത്ത് ഒറ്റയ്ക്ക് വെളിയിലേക്ക് വന്നിട്ട് it is just a matter of time, the fire will die out. എത്ര വലിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ടമാണെന്ന് പറഞ്ഞാലും എടുത്ത് വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചില മിനിറ്റുകൾക്കുള്ളിൽ, മേ ബി ചില മണിക്കൂറുകൾക്കുള്ളിൽ അത് വെറും കരിക്കട്ടയായി മാറും. അതാ ദൈവസഭയിലുള്ള കൂട്ടായ്മയിൽ ദൈവപൈതൽ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇന്നത്തെ പുതിയ ലോജിക്കും ന്യൂ ജനറേഷൻ ടീച്ചിങ്ങും കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കാതെ. You will be shocked to see that will happen on that day. ഇന്ന് പഠിപ്പിക്കുന്ന അങ്ങനെ TV റൂമിൽ ഇരുന്നു കൊണ്ടും ആ TVക്കകത്ത് പ്രോഗ്രാം കാണിക്കുമ്പോൾ അതിന്റെ കൂട്ടിരുന്ന് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഒരു നാളിൽ തിരിച്ചറിയും, you were deceived. നീ വഞ്ചിക്കപ്പെട്ടെന്ന് ഒരു നാളിൽ തിരിച്ചറിയും. നിനക്ക് വായിക്കുന്ന ഭാഷയിൽ നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ തിരുവചനം തന്നിരിക്കുന്നു. നീ എങ്ങനെ ജീവിക്കണമെന്ന്, ഒരു ദൈവപൈതൽ ജീവിക്കേണ്ട മാതൃകയെ തന്ന്, പ്രമാണം എന്തെന്ന് വളരെ വ്യക്തമായി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ പുസ്തകം അടച്ചേതെങ്കിലും ഒരു കോണിലിട്ടിട്ട് തലയ്ക്ക് ലെവലില്ലാത്ത മാനുഷിക ബുദ്ധിയിൽ നടക്കുന്ന, മാനുഷിക ജ്ഞാനത്തിൽ ആശ്രയിക്കുന്ന ഏതെങ്കിലും ഒരുവന്റെ വാക്ക് കേട്ട് നീ ദൈവത്തെ മറന്നു ജീവിച്ചാൽ, നിന്റെ സൗകര്യത്തിൽ ജീവിച്ചാൽ, നിന്റെ വഴിയിൽ ജീവിച്ചാൽ, my brother, my sister, you will have regret on that day. നിന്റെ ജീവിതത്തിൽ നീ പശ്ചാത്തപിക്കേണ്ടി വരും. ഒരിക്കലും റിവേർട്ട് ചെയ്യുവാൻ പറ്റാത്ത ഒരു മിസ്റ്റേക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. മടങ്ങി വരാൻ പറ്റാത്തവണ്ണം നീ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ആരെങ്കിലും, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും, ഹല്ലേലൂയ, ഒരുപക്ഷെ വീഡിയോയിലൂടെ ആയിരിക്കാം, ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ലോൺലി ലൈഫ്, ലോണേഴ്സ് ആയിട്ട് ജീവിക്കുന്നെങ്കിൽ, പൂമ്പാറ്റയെ പോലെ പറന്ന് ഒരു നാളിൽ ഇവിടെ, ഒരു നാളിൽ അവിടെ, ഒരു നാളിൽ അപ്പുറത്ത്, ആരുടെയൊന്നും ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ക്രിസ്ത്യൻ ആണെങ്കിൽ, യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. You are supposed to be in the body of Christ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിരിക്കണം നീ, അല്ലെങ്കിൽ നിനക്ക് ജീവനില്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായം ഇന്നത്തെ രാത്രി നിങ്ങൾ വായിച്ചു നോക്ക്. അത് പഠിപ്പിക്കും നീ എവിടെയായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ സഹോദരങ്ങളെ. If you stand in God's presence, you will burn and flame. If you stand in God's presence, you will burn and flame. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നീയും ഞാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കത്തിയേരിയും. ഹല്ലേലൂയ. എക്സോദസ് 3:12. ഞാനതൊന്ന് 3:1-2 വാക്യങ്ങള് മുമ്പേ കേട്ടതുപോലെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എന്താ പറ്റിയത്? മുൾപടർപ്പിലേക്ക് തീ ഇറങ്ങി വന്നു അല്ലേ? മോശ കാണുന്ന ഹോരേബ് പർവ്വതത്തിന്റെ താഴ്വരയിൽ കാണുന്നതാണ് മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുൾപടർപ്പ് കത്തിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അതിനകത്തുള്ള എല്ലാ കീടങ്ങളും, ചെലന്തിയും, സ്പൈഡറും എല്ലാം കത്തിപ്പോകും അല്ലേ? എല്ലാം കത്തിപ്പോകും. അതിനകത്ത് ചെലന്തി വരെയൊക്കെ, സ്പൈഡേഴ്സിലേക്കൊക്കെ എരിഞ്ഞ് ദൂരെ പോകും. It's all been cleansed and purified. That is what happens when the fire of God comes and dwells in us. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെയുള്ള കീടങ്ങളെല്ലാം, അകത്തെ കീടങ്ങൾ നമ്മൾ വേറെ അർത്ഥത്തിലൊന്നും എടുക്കരുത്. കീടങ്ങൾ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കീടങ്ങൾ, പിശാചിന്റെ കീടങ്ങൾ, ഡിമോണിക് പവേഴ്സ്, ഡിമോണിക് ഇൻഫ്ലുവൻസസ്, ഓൾ ബാഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം കത്തി 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 ചാമ്പലാവും. അത് മാത്രമാണോ? മുൾപടർപ്പ് കത്തിയതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല കത്തിയത്. എവരി ബ്രാഞ്ച് ആൻഡ് ദ ടിക്സ് വെയർ ബേണിംഗ്. അതിനകത്തെ ഓരോ ശാഖകളും, അതിന്റെ ഓരോ ട്വിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഓരോ ഇലകളും ഓരോ മുന്നപ്പുകളും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്റെ ജീവിതം മുഴുവൻ ഒന്ന് കത്തിക്കണമേ. സൺഡേയിൽ വരുമ്പോൾ ശരീരം മാത്രം കത്തിയാൽ പോരാ. ഇന്ന് അനേക ദൈവമക്കളുടെ ശരീരം മാത്രമേ കത്തത്തുള്ളൂ, പക്ഷെ അകത്തോട്ട് തീ ഇറങ്ങത്തില്ല. അകത്ത് തീ ഇറങ്ങിയാൽ ജീവിതം മൊത്തം മാറും. മനസ്സിലായല്ലോ? പക്ഷെ ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. സൺഡേ മാത്രം വലിയ ആത്മീയതയല്ലേ അനേകടുത്ത് കാണുന്നതല്ലേ? പാട്ടുപാടി ആരാധിച്ച്, അന്യഭാഷയിലൊക്കെ കർത്താവിനെ ആരാധിച്ചു. ഓ, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതേ ആള് കാറയിലോട്ട് കയറുമ്പോൾ ആള് മാറും. ഭാര്യയോട് സംസാരിക്കുന്ന വാക്ക് കേട്ടാൽ
ആരാധന ലീഡ് ചെയ്ത ആളാന്ന് നോക്കണം. അകത്തോട്ട് കയറി വണ്ടിക്കകത്തിരുന്ന് ഭാര്യയോട് സംസാരിക്കുന്നത് എന്താന്ന് മക്കളോട് ചോദിച്ചാൽ മതി. അതുപോലെ സഹോദരി അവിടെ നിന്ന് ആരാധിച്ചു, അന്യഭാഷകളൊക്കെ കർത്താവിനെ സ്തുതിച്ചു, സോൾ ഗുഡ്. അകത്ത് കയറി ഭർത്താവിനോട് കാറിനകത്തിരുന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് ഭാര്യയോട് ചോദിച്ചാൽ മതി. എന്താ സംഭവിച്ചെന്നറിയുമോ? തീ നിന്റെ ശരീരത്തിൽ മാത്രമേ വന്നുള്ളായിരുന്നു, നിന്റെ അകത്തോട്ട് തീ ഇറങ്ങിയില്ല. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവവൈദ്യരെ, ഹല്ലേലൂയ, ഈ മുൾപടർപ്പ് കത്തിയതുപോലെ കർത്താവിനോട് പറ, കർത്താവേ, ഞാനൊരു മുൾപടർപ്പാണ്, മുള്ളു മാത്രമേ എന്നിലുള്ളൂ, നീ എന്നെ ഒന്ന് കത്തിക്ക്. എന്റെ ആത്മാവും ദേഹിയും ദേഹവും ഒരുപോലെ ഹല്ലേലൂയ അങ്ങയുടെ തീയാലൊന്ന് കത്തിക്കപ്പെടട്ടെ കർത്താവേ. കർത്താവ് ചെയ്യും. എന്നെ പോലെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ഭാര്യയോട് ചോദിച്ചറിയാം, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചറിയാം, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സബോർഡിനേറ്റ്സ് ആയിരുന്നവരോട് ചോദിച്ചറിയാം. അത്രമാത്രം കോപത്തിൽ ബലഹീനനായിരുന്നു എൻ്റെ ജീവിതം. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നെ മാറ്റി. അങ്ങനെ എത്രയെത്ര എണ്ണമിട്ട് നോക്കിയാൽ നിങ്ങളൊക്കെ എഴുതുന്നതിനേക്കാൾ അധികം ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കർത്താവിനെ വിടുവിച്ച പാപങ്ങൾ. ഹല്ലേലൂയ. മൊത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. Still the Lord is bringing so many things into the light, and I'm crying out to the Lord to cleanse me for that. ഇന്നും എല്ലാം തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നും കർത്താവ് ഓരോ ദിവസങ്ങളും ഓരോന്ന് കാണിച്ചു തരുന്നു. അത് കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ നിലവിളിച്ച്, കർത്താവേ, അതിൽ നിന്ന് തന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദര സഹോദരി, മുൾപടർപ്പ് കത്തിയതുപോലെ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവേ, ഈ ഭാഗം കത്തി ഇതുകൂടെ കത്തിക്കുക, കർത്താവേ, ഈ ഭാഗം കത്തി ഇതുകൂടെ കത്തിക്ക്. എനിക്ക് ലോകത്തോട് സ്നേഹം കൊണ്ട് കത്തിച്ചാട്ട്, ധനത്തോട് മോഹം കൊണ്ട് കത്തിച്ചാട്ട്, ആവശ്യമില്ലാത്തത് കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് കത്തിച്ചു കള കർത്താവേ. കോപത്തോട് സംസാരിക്കുന്നു, മറ്റുള്ളവരുടെ ജലസ് ആകുന്നു, മറ്റുള്ളവരെ കുറിച്ച് റിബല്യസ് ആകുന്നു, മറ്റുള്ളവരെ ഞാൻ ജഡ്ജ് ചെയ്യുന്നു. സഹോദര സഹോദരി, ദൈവവചനത്തിനെതിരായി നിന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ഓരോന്ന് കർത്താവിനോട് പറ, കർത്താവേ, ഒന്ന് കത്തിക്കണം. കർത്താവ് കത്തിക്കും. ചുമ്മാ പറഞ്ഞ പോലെ കത്തിക്കണം എന്ന് കരയണം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, when the fire of God came on the mountain of കാർമേൽ പർവ്വതത്തിൽ തീ ഇറങ്ങിയപ്പം ഒരു കാര്യം ഓർക്കണമേ, ഇറങ്ങിയതാൽ ആ യാഗം കത്തിച്ച തീയേക്കാൾ ശക്തമായ തീയായിരുന്നു തീ ഇറക്കിയ ഏലിയാവിന്റെ ഉള്ളില്. അതുപോകരുത്. You know, the fire which fell on that altar, the fire that Elijah had in his heart was much hotter and stronger than the fire which burned the altar. മറന്നുപോകരുത്, യാഗപീഠത്തെ കത്തിയ തീയേക്കാൾ ശക്തിയുള്ള തീയായിരുന്നു ഏലിയാവിന്റെ ഹൃദയത്തിൽ കത്തിയ തീ. മറന്നുപോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സഹോദരങ്ങളെ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു ശോഭ ആ പൗലോസിന്റെ മേൽ, ശൗലിന്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ ഓർക്കണമേ, അതിനുശേഷം ശൗലിന്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ 1000 സൂര്യൻ ഒന്നിച്ച് കത്തിച്ചാലും അതിനേക്കാൾ വലിയ ഗ്ലോറിയസ് ആൻഡ് ബ്രൈറ്റർ ആയിട്ടുള്ള തീയായിരുന്നു പൗലോസിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ തീ കൊണ്ടാണ് തന്റെ ശേഷിച്ച കാലം താൻ എവിടെയൊക്കെ കടന്നുപോയോ അവിടെയൊക്കെയും ആ തീ അവൻ പിടിപ്പിച്ചു. മറന്നുപോകരുത് സഹോദരങ്ങളെ, മറന്നുപോകരുത്. കർത്താവ് പറയുക മാത്രമല്ല, കർത്താവ് ചെയ്യും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എഫെസസ് സഭയോട് പറയുന്നുണ്ട്, യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. അല്ലേ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അതിന്റെ റൂട്ട് മീനിങ് എന്തോന്നറിയാമോ? അതിന് റൂട്ട് മീനിങ് എഴുതിയിരിക്കുന്നത് യു ലോസ്റ്റ് ദി ഫസ്റ്റ് ഫ്ലെയിം എന്ന. നിന്റെ ആദ്യത്തെ തീ നിനക്ക് നഷ്ടപ്പെട്ടു, ആദ്യത്തെ ജ്വാല നഷ്ടപ്പെട്ടു. നമ്മൾ ദൈവവചനം ആധികാരികമായിട്ട് പഠിക്കുമ്പോഴുള്ള നമ്മൾ മനസ്സിലാക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നറിയാം. യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ഫ്ലെയിം. എനിക്ക് വേണ്ടി ആ കത്തുന്ന ഈ തീ ഉണ്ടായിരുന്നല്ലോ, അത് നിന്റെ പോയെന്ന്, ആ തീഷ്ണത പോയെന്ന്. സഹോദര സഹോദരി, ലെറ്റ് us examine ourselves. ഹല്ലേലൂയ. ഈ തീ അകത്തേക്ക് വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ ഇംഗ്ലണ്ടിന്റെ സുഖങ്ങളൊക്കെ വിട്ടിട്ട് ഇന്ത്യയെ തേടി മിഷണറിമാർ വന്നില്ലേ? വില്യം കേറി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ തടയുവാൻ തക്കവണ്ണം ഇവിടെ ആരെല്ലാം എഴുന്നേറ്റെന്നറിയാം, സഭയിൽ പോലും. പക്ഷേ അവർക്കാർക്കും വില്യം കേറിയെ തടയുവാൻ കഴിഞ്ഞില്ല. വില്യം കേറിയുടെ കുടുംബത്തിന് അവരെ തടയുവാൻ കഴിഞ്ഞില്ല. അവൻ സകലത്തെയും വിട്ട് ഇന്ത്യയിലേക്ക് വന്നു, അവിടുത്തെ ഭാഷകൾ പഠിച്ചു, ദൈവവചനത്തെ അവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. വില്യം കേറിയെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല.
Hudson Taylor, when God asked him to go to China, nobody ever could stop Hudson Taylor because the fire that he had got in his heart, it was from God. He could not stay back. Hudson Taylor ചൈനയിലേക്ക് പോകുവാൻ ദൈവം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ഒന്നും തടസ്സമായിരുന്നില്ല. അവന്റെ ആരോഗ്യം തടസ്സമായിരുന്നില്ല, അവന്റെ കുടുംബം തടസ്സമായിരുന്നില്ല, അവന്റെ കുഞ്ഞുങ്ങൾ തടസ്സമായിരുന്നില്ല, അപ്പനും അമ്മയും തടസ്സമായിരുന്നില്ല, തന്റെ ഫ്രണ്ട്സ് തടസ്സമായിരുന്നില്ല. അവരെല്ലാത്തിനെയും മറന്നിട്ട് ആദ്യം കേട്ടതുപോലെ താൻ ചൈനയ്ക്ക് പോയി. ഡേവിഡ് ലിവിങ്സ്റ്റണിനെ ആഫ്രിക്കയിലേക്ക് ദൈവം വിളിച്ചപ്പോൾ ഡോക്ടറായിരുന്ന, മെഡിക്കൽ ഡോക്ടറായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റണ് നല്ലൊരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ടായിരുന്നു, നല്ലൊരു പ്രൊഫഷണൽ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, ഭാവി ഉണ്ടായിരുന്നു. അവൻ അതെല്ലാം കളഞ്ഞ് വെറും മനുഷ്യനെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ഗോത്രവർഗക്കാരുടെ അടുക്കലേക്ക് താൻ കടന്നുപോയത് എന്തുകൊണ്ടെന്നറിയാമോ? ഈ വലിയ ഫയർ അവന്റെ ഹാർട്ടിലുണ്ടായിരുന്നു കൊണ്ടാണ്. അഡോണിറാം ജഡ്സിന്റെ ജീവചരിത്രം സഹോദരങ്ങളെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണം. ബർമയിലെ ആദ്യത്തെ മിഷണറിയായി അഡോണിറാം ജഡ്സ് അമേരിക്കയിൽ നിന്ന് പോയപ്പോൾ ഹല്ലേലൂയ, അവൻ വെറും സാധാരണക്കാരനായിരുന്നില്ല, പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു. അക്കാഡമിക് ലെവലിൽ ഹയസ്റ്റ് റാങ്കിലുള്ള മനുഷ്യനായിരുന്നു. അവരെല്ലാം കളഞ്ഞിട്ട് ബർമയിലേക്ക്, ആരുമില്ലാത്ത ദേശത്തേക്ക്, കർത്താവിനെ അറിയാത്ത ദേശത്തേക്ക് അവൻ കടന്നുപോയി. 7.5 വർഷം ശുശ്രൂഷ ചെയ്തിട്ടും ഒരൊറ്റ വ്യക്തി പോലും മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ടും അവൻ ഒരിക്കലും അനുദമിച്ചില്ല, എന്നിട്ടും അവൻ ഒരിക്കലും പതറിയില്ല. കാരണം അവന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരുന്നു. ഇതാ ഈ തീയുടെ പ്രത്യേകത, ഇൻഡ്വെല്ലിംഗ് ഫയർ. പെന്തക്കോസ്ത് നാളെ തീ ഇറങ്ങിയിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും അവരെ തടയുവാൻ പറ്റിയില്ല. എല്ലാവരും കർത്താവിന് വേണ്ടി ഓടി. ഇന്ന് നമുക്ക് എന്തെല്ലാം തടസ്സം? മാതാപിതാക്കൾ നമുക്ക് തടസ്സമാണ്, കുഞ്ഞുങ്ങൾ നമുക്ക് തടസ്സമാണ്, കുടുംബം. നമ്മളൊക്കെ പറയും ഫാമിലി ടൈം, ഫാമിലി ടൈം. നീ ഫാമിലി ടൈം, ഫാമിലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരോട് നിനക്ക് കർത്താവിന്റെ വേല അറിയിക്കുവാനായിട്ട് പറ്റും? ഹല്ലേലൂയ. വില്യം കേറി അവൻ ആ കുടുംബത്തിന് വേണ്ടി കുടുംബത്തെ താൻ സ്നേഹിച്ചു. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞവൻ മാറിയിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, എത്ര വലിയൊരു ശുശ്രൂഷ അവൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. സഹോദരി സഹോദര, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഓരോരുത്തരും അപ്പോസ്തലന്മാരെ കുറിച്ച് നോക്ക്. നമുക്ക് എപ്പോഴും തടസ്സങ്ങളാണത്. കുഞ്ഞുങ്ങളെ നോക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ ഒരു നിലനിർത്തണം. സഹോദര സഹോദരി, ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഇതിനാണ് നമ്മൾ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ജീവിതത്തെ നമ്മൾ ബാലൻസ് ചെയ്യണം. നമ്മൾ ചെയ്യുവാനുള്ള എർത്തിലെ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ അതിനേക്കാൾ അപ്പുറം നിത്യമായി നിലനിൽക്കുന്ന ചിലതിന് വേണ്ടി നമ്മൾ കാക്ഷിക്കണം. ഇതുവരെയുള്ള നമ്മുടെ ശുശ്രൂഷ നോക്കിയേ, സഭയ്ക്ക് പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ? സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, my children, listen to me now. Listen to me now. You are called for a mega mission, ഒരു വലിയ മിഷന് വേണ്ടി അതിനെ വിളിച്ചേക്കുന്നത്. You cannot be confined into a small box. ഒരു ചെറിയ പെട്ടിക്കകത്ത്, ഒരു ചെറിയ കുട്ടയ്ക്കകത്ത്, ചെറിയൊരു റൂമിനകത്ത് ഒതുങ്ങുവാനുള്ള ജീവിതമല്ല നിന്റേത്. നിന്റെ മേൽ തന്നിരിക്കുന്ന ഫയർ, it has to burn out. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഹല്ലേലൂയ. ജോൺ ഹസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ജോൺ ഹസ് ജർമ്മനിയിൽ 1415 എരിയപ്പെട്ടതാ ജോൺ ഹസ്. ഞാൻ പോകുന്നു, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം ചരിത്രം. യു നോ ദ സ്റ്റോറി ഓഫ് ജോൺ ഹസ്. ജെറോലാമോ സവോലന, സിറ്റി സ്കോർ ഓഫ് ഫ്ലോറൻസ്, ഇറ്റലിയിൽ 1400കളിൽ എരിയപ്പെട്ട മനുഷ്യനാണ്. ഇവരൊക്കെ എന്തിനാ എരിഞ്ഞെന്നറിയാമോ? കർത്താവിന് വേണ്ടി. അവർക്കൊക്കെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒരു സാധാരണ വിശ്വാസിയായി, ഒരു പ്രസംഗകനായി ഏതെങ്കിലും ഒക്കെ കോണിൽ നിന്ന് പ്രസംഗിച്ച് 10 ചർച്ചുകളിലൊക്കെ പോയി പ്രസംഗിച്ച് ജീവിക്കാമായിരുന്നു. നോ, the fire was much hotter than any earthly fire outside. They were the true genuine fire of God burning in them. അതുകൊണ്ട് ഇവിടുത്തെ സുഖങ്ങളൊക്കെ വിട്ട് മുമ്പേ പറഞ്ഞതുകൊണ്ട് ആഫ്രിക്കയിലും ബർമയിലും ഇന്ത്യയിലും ചൈനയിലേക്കൊക്കെ ദൈവദാസന്മാർ ഓടിയത്. അവരെ ഒന്നും തടഞ്ഞില്ല അവർക്ക്. അതിന്റെ അർത്ഥം അവരുടെ കുടുംബങ്ങളൊക്കെ വഴിയാധാരമായതൊന്നും അല്ല. Praise the Lord. The final point. സമയം ഒത്തിരി മുന്നോട്ട് പോയി. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവത്തിന് ഞാൻ നിർത്തും. Final point. Fire of the judgment of Almighty God. First one we heard. Until you have the fire in you, you won't be able to follow Christ. That is number 1. Second one, the spirit of burning, indwelling fire. ഞാൻ തീയിടാൻ വന്നു എന്ന് പറയുമ്പോൾ ആ തീ നമ്മുടെ അകത്തേക്കിട്ട തീയാ. പുറത്ത് വീണ് കത്തുന്ന തീയല്ല. കർത്താവ് കത്തുന്നത് നിന്റെയും എന്റെയും അകത്തേക്ക് തീയിടാനാ. അതാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. മൂന്നാമത്തേത് എന്താണെന്നറിയാമോ? ഫയർ ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ്. അതെവിടെയാണ് വായിക്കുന്നതെന്നറിയാമോ?
മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പേ വായിച്ചല്ലോ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനമേൽപ്പിക്കും. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടു കളയുകയും ചെയ്തു. അവിടെ തീയെ കുറിച്ച് പറയുന്നു, പതിരിനെ കത്തിക്കുന്ന തീയ, unquenching fire. That is talking about hell. 162 times in the New Testament hell is mentioned. That too 70 times by Jesus himself. 162 പ്രാവശ്യം പുതിയ നിയമത്തിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം നമ്മൾ നരകത്തെക്കുറിച്ച് പഠിച്ചതാണ്. 70 പ്രാവശ്യം യേശു കർത്താവ് മാത്രം ഈ 4 സുവിശേഷങ്ങളിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അൺക്വെഞ്ചിങ് ഫയർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നറിയാം, പതിരെന്ന് പറഞ്ഞാൽ ഇത് ഗ്രെയിൻ അല്ല, പ്രിറ്റൻഡ് ടു ബി ഗ്രെയിൻ. പതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ chaff. You won't be able to identify chaff and grain just by a look. അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ പതിര് കിടക്കുന്നതും നെന്മണി കിടക്കുന്നതും തിരിച്ചറിയാൻ പറ്റുമോ? കാറ്റ് കൊണ്ട്. അതായത് when you have a fan in your hand, then only you come to know. വീശുമുറം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ പതിര് പറന്നു പോകുന്നത് കാണത്തുള്ളൂ. കർത്താവ് വീശുന്ന സമയത്ത് സഹോദര സഹോദരി നീയും ഞാനും പറന്നു പോവുകയാണെങ്കിൽ പതിരായിരുന്നു മഹത്വം. ദൈവസഭയുടെ മധ്യത്തിലിരിക്കുമ്പോൾ, ഓരോ ചേറുകളിലും നമ്മളിരിക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ ലോകം പറയും നെന്മണിയാണെന്ന്. പക്ഷെ കർത്താവ് വീശുമുറം കൊണ്ട് വീശുന്ന സമയത്ത്, when he uses his fan to sift you, if you fly away, you are just a chaff. അതെവിടേക്കാ പോകുന്ന കർത്താവ് പറയുന്നത്? ജഡ്ജ്മെന്റ് ഫയർ. ഭയപ്പെടുത്താനല്ല പറയുന്നത്, ഇത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞത് ഒരു പതിരായി തീരാതിരിക്കാൻ. പതിരിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. പതിനെന്താണെന്നറിയാമോ? ആ നെന്മണിയായി വരുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കീടങ്ങൾ വന്ന് അതിൻ്റെ കൊമ്പിട്ടിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ മിൽക്ക് ഉണ്ടല്ലോ, ആ ജെനുവിൻ മിൽക്ക് ഊറ്റി കുടിച്ചു. അപ്പോൾ എന്തായിപ്പോയി? അതിനകത്ത് നെന്മണി വരാതെ അത് പതിരായിപ്പോയി. Did you understand what I was saying? When it was, at the early stage, a tender stage, whether it's a wheat or a rice or anything, that grain, when it was coming out at the early stage, when it was still a tender grain, what happens is flies and all, it comes in, it sat on it, and it broke it and sucked off the milk, which was turned out to be the actual grain. They sucked out. So that became empty. It was only the outer shell, there is nothing in. ഇന്ന് അനേക വിശ്വാസികളുടെ അകത്തുള്ള ആത്മകൃപയെ പിശാച് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? എന്നെയും നിന്നെയും പതിരാക്കി മാറ്റാൻ അനേകരെ ലോകം വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെ നിൽപ്പാൻ നമുക്ക് കഴിയത്തില്ല, അതിനെതിരെ പ്രസംഗിക്കുവാൻ ആളുകളില്ല. സഹോദര സഹോദരി, ഞാൻ ഈ വചനത്തിൽ നിന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ when the fire of God comes down, it empowers those who believe and it destroys those who reject it. Hallelujah. I'm asking you a final question before I conclude the message. If any of us say that I have gone through this fire, വിളിക്കുന്ന ആരെങ്കിലും പറയുന്നു വെച്ചോ, ഈ തീയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞാൽ, next question is this: where is the mark? നീ ഈ തീയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കയ്യിൽ പൊള്ളലേറ്റ പാടുകൾ കാണും. യേശു കർത്താവ് എന്ന് പറയുകയാണെന്ന് വെച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചോദിക്കാൻ നമുക്ക് പറ്റും, ആണിപ്പാടേറ്റ കരമൊന്ന് കാണിക്കാൻ. അവൻ്റെ കയ്യിൽ മുറിവേറ്റ പാടുണ്ട്. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഈ തീയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ കാണും. Where are the marks if you claim that you are passing through the fire of God? കർത്താവിനോട് ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, am I really passing through this fire? കർത്താവേ, യഥാർത്ഥമായി ഞാൻ ഈ തീയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതം നോക്കിയാൽ ആ തീയുടെ പാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തീയിലൂടെ അവർ കടന്നു പോയതിൻ്റെ പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയ സഹോദരങ്ങൾ,